ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ അനന്തമായ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പ്രതീകമായി ഈശോയുടെ തിരുഹൃദയത്തെ വണങ്ങുന്ന കത്തോലിക്ക സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരുനാളാണ് തിരുഹൃദയ തിരുനാൾ. മനുഷ്യകുലത്തോടുള്ള ദൈവത്തിൻ്റെ അതിരറ്റ സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും പ്രതീകമാണ് തിരുഹൃദയം. തിരുഹൃദയ വണക്കം സഭയിൽ പണ്ടുമുതലേ ഉണ്ടായിരുന്നുവെങ്കിലും 17-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിസിലെ വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോസ് എന്ന കന്യാസ്ത്രീക്ക് യേശു നൽകിയ ദർശനങ്ങളിലൂടെയാണ് ഈ ഭക്തി ലോകമെങ്ങും പ്രചരിച്ചത്. തൻ്റെ തിരുഹൃദയം മനുഷ്യരോടുള്ള സ്നേഹത്താൽ ജ്വലിക്കുന്നതാണെന്നും എന്നാൽ മനുഷ്യർ അതിന് പകരമായി നൽകുന്ന നന്ദിഹീനതയ്ക്കും നിന്ദകൾക്കും പരിഹാരമായി പ്രാർത്ഥിക്കണമെന്നും യേശു വിശുദ്ധർക്ക് നൽകിയ ദർശനത്തിൽ ആവശ്യപ്പെട്ടു. കത്തോലിക്ക സഭയുടെ കലണ്ടർ അനുസരിച്ച് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാളിന് ശേഷമുള്ള വെള്ളിയാഴ്ചയാണ് തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കുന്നത്. അതായത് പെന്തക്കോസ്ത് തിരുനാൾ കഴിഞ്ഞ് 19 ദിവസങ്ങൾക്ക് ശേഷമുള്ള വെള്ളിയാഴ്ച. ഈ വർഷം 2026. ഈ വർഷത്തെ തിരുഹൃദയ തിരുനാൾ ജൂൺ 12 വെള്ളിയാഴ്ചയാണ് ആഘോഷിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ തിരുഹൃദയ തിരുനാൾ ആശംസകൾ.